ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യാൻ പോണത് ബോട്ടിൽ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് പഴയ കളക്ട് ചെയ്തൊരു ബോട്ടിലും അതുപോലെ തന്നെ അതിൽ ക്ലേ പോലെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എംസിയിൽ യൂസ് ചെയ്യുക. ഇതുപോലെ ഈ കാണിക്കുന്നത് ഫെവിക്രൈലിൻ്റെതാണ് മോൾഡ്. അത് രണ്ടും കൂടി രണ്ട് കളറാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാനിപ്പോൾ ചെറിയ ഒരു ആൾരൂപം ക്രിയേറ്റ് ചെയ്ത് അതിൽ വെറുതെ ഇത് ഒന്നും ചേർക്കേണ്ട, വെറുതെ അത് ഒട്ടിച്ച് ഫെവിക്കോളൊന്നും ചേർക്കേണ്ട, നമ്മളൊരു ആൾരൂപം ഉണ്ടാക്കി അതിൻ്റെ ബാക്ക് സൈഡ് മാത്രമായിട്ടാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് ഡിസൈൻ ചെയ്താണ് വെക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. നമുക്ക് ഫ്ലവർ, റോസ് ഫ്ലവർ, അതുപോലെ തന്നെ ലീവ്സ് വിത്ത് ലീവ്സ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഡിസൈനുകൾ ഈ ഒരു മോൾഡ്, അതായത് ഫെവിക്രൈലിൻ്റെ അല്ലെങ്കിൽ എംസിയിൽ രണ്ട് കളറുണ്ട്. ആ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ക്ലേയും കഴിയും കുറച്ചും കൂടി നല്ല ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല സിമെൻറ്റ് മോൾഡ് പോലത്തെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇതുപോലെ വെറുതെ ഇതുപോലെ ഓരോന്ന് ചേർത്ത് ഈ കാണിക്കുന്ന കണക്ക് ചേർത്ത് വെച്ച് അതേ ഉള്ളൂ. ഇതുപോലെ ഹെഡ് പോർഷനും ചെറുതായിട്ടൊരു മോഡൽ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈക്കെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് ചുരുട്ടി ഒരു നീളത്തിൽ രണ്ട് കൈയും അതുപോലെ ചെറിയ ഒരു പീസ് എടുത്ത് ബോഡിയായിട്ടും രണ്ട് കാലുമായിട്ടും ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ചെറിയതായിട്ടൊന്ന് വെള്ളത്തിൽ നമ്മുടെ ഈ ഫിംഗേഴ്സ് ഒന്ന് മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് മെഴുകി കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് ചെറിയ റോസ് ഫ്ലവറോ അല്ലെങ്കിൽ വേറെ ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന കണക്ക് ചെറുതായിട്ട് അതിൽ ഒരു ആൾരൂപം ഫെവിക്രൈലിൻ്റെ മോൾഡിട്ടാണ്. ഇതുപോലെ രണ്ട് കളർ മിക്സ് ചെയ്ത് നല്ലതുപോലെ ടൈറ്റാക്കി അത് നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഏതെങ്കിലും ഒരു കളർ പെട്ടെന്ന് തന്നെ അത് നല്ല കല്ല് പോലെ ആയി പോകുന്നതാണ്. സിമെൻറ്റിൻ്റെ അതേ ഒരു ടെക്സ്ചറാണത്. നല്ല ടൈറ്റായി. അപ്പോൾ നോക്കി വാങ്ങിക്കാൻ നല്ല സോഫ്റ്റ് ആണെങ്കിൽ മാത്രം അത് ഞാൻ രണ്ട് കവർ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധമായിപ്പോയി. അപ്പം നല്ലതുപോലെ കല്ല് പോലെ ആയിപ്പോയി. അതിപ്പം നല്ല പ്രസ് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റായിട്ടുള്ളതാണെന്ന്. ഇതുപോലെ രണ്ട് ഷേപ്പ് വെറുതെ ഞാനിത് രണ്ട് ഷേപ്പാക്കി വെച്ചെന്നേ ഉള്ളൂ. ചെറിയൊരു ഡിസൈൻ ചെയ്യാനായിട്ട് മാത്രമാണ്. കുറച്ച് ഇലയും അതുപോലെ തന്നെ കുറച്ച് കായും അത് വള്ളിയോടുകൂടിയുള്ള മോഡൽ ചെയ്യാനായിട്ടാണ് ഞാൻ രണ്ട് ആൾരൂപം ഇവിടെ റെഡിയാക്കി വെച്ചാൽ. വെറുതെ നമ്മൾ ഫെവിക്കോളൊന്നും ചേർക്കണ്ട, ഒട്ടിച്ച് ഇതുപോലെ വെള്ളം ചേർത്ത് ചെറുതായിട്ട് നമുക്കത് ഷേപ്പാക്കി എടുക്കാമെന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ബ്രഷും അതുപോലെ സിസറും യൂസ് ചെയ്തൊന്ന് ചെറിയൊരു ഷേപ്പ് ആക്കിയതേ ഉള്ളൂ. നമുക്ക് ഇത് കുറച്ച് നല്ല നീളമുള്ളത് നോക്കിയെടുക്കുകയായിരുന്നു ഞാനിത്. അപ്പം നമുക്ക് കാണുന്ന ഏതെങ്കിലുമൊക്കെ ബോട്ടിൽസുകൾ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും അതിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ അതിൽ കുറച്ച് ലീവ്സും അതുപോലെ കുറച്ച് പഴങ്ങളുമായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ലീവ്സിന് വേണ്ടിയിട്ട് ഒരേ ഷേപ്പിൽ കുറച്ച് ഇത് എംസിയിലാണ് അടുത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എംസിയിലെന്ന് വെച്ചാൽ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രേ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു റോളാക്കിയിട്ട് അതിനെ ഞാൻ കട്ട് ചെയ്ത് അത് ഓരോ ലീവ്സിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ്. ലീവ്സിൻ്റെ ആ ഒരു ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ നമ്മളൊരു ലീവ്സിൻ്റെ കട്ടിങ്സ് വരുന്നതൊക്കെ സെൻറ്ററിൽ ഇതുപോലെ ലൈൻ കാണിച്ചുകൊണ്ട് ആ ഒരു ലൈൻസുകളും കാണിക്കാനായിട്ട് കത്രിക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ഏതെങ്കിലും ഒരു സ്കെയിൽ വെച്ചായാലും മതി ചെറിയ ഞരമ്പുകൾ കാണിക്കാനായിട്ട് ഒരു ലീവ്സിൻ്റെ ഷേപ്പാക്കി നമുക്ക് യഥേഷ്ടം നമുക്ക് എവിടെ വേണമെങ്കിലും അത് വെച്ച് ഒരു മോഡലായിട്ട് നമുക്കിത് ചുമ്മാ സ്ട്രെയിറ്റ് ആയിട്ടല്ലാത്ത രീതിയിൽ അത് മടങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വേണമെങ്കിലും മടക്കി വേണമെങ്കിലും ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ചെറിയ 3 റൗണ്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളത്.
ചെറിയ കായ്ഫലം പോലെ കാണിക്കത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ നമുക്കിതുപോലെ ഇലയും ഫ്ലവേഴ്സ് വേണമെങ്കിലും ആക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്ലവേഴ്സ് ആയാലും മതി. ഇനി അതിന് ഇതുപോലെ ഫുൾ ഞാൻ നിറച്ച് വെച്ചതിന് ശേഷം അതിന് കളർ ചെയ്യുകയാണ്. ആദ്യം വേണമെങ്കിൽ നമുക്ക് ലീവ്സിന് യെല്ലോ കൊടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ട് ഡാർക്ക് ഗ്രീനും കൊടുക്കാം ഷെയ്ഡാക്കി. അതിനുശേഷം ഡാർക്ക് പ്ലസ് ലിറ്റിൽ ബ്ലാക്ക്, ഡാർക്ക് ഗ്രീൻ്റെ കൂടെ ലേശം ബ്ലാക്ക് കൊടുത്ത് അതിൻ്റെ ഞരമ്പും കൂടി എടുക്കാം. ഇനിയെന്ന് വെച്ചാൽ ചെറിയ 3 ഫലങ്ങൾ ഏതെന്നൊന്നുമില്ല, ചെറിയൊരു ഡിസൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സ്പേസ് കംപ്ലീറ്റ് അത് ബ്രൗൺ കളർ വെച്ച് ഒന്നും കൂടി റിഫ്ലക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത്